കഴിഞ്ഞ 9.5 വർഷത്തിനിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുവാനുള്ള മന്ത്രിസഭാ യോഗ തീരുമാനം യുവജനങ്ങളോടുള്ള കടുത്ത വഞ്ചനയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജെ. ജനീഷ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കപ്പെട്ടിട്ടുള്ള ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. ഈ തീരുമാനം കടുത്ത യുവജന വഞ്ചനയാണ്. ഈ സംസ്ഥാനത്തിനകത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളും പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിലിനു വേണ്ടി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരോട്, PSCയുടെ പരീക്ഷകൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ നിയമനങ്ങളെന്ന് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. DYFI ഉൾപ്പെടെ AYF ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ നിലപാട് എന്ത് എന്ന് ഈ വിഷയത്തിൽ കൃത്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് ജോലിക്കായി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരോടും PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നൂറുകണക്കിന് ചെറുപ്പക്കാരോടുമുള്ള കടുത്ത വഞ്ചനയാണ് പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഈ നിയമനങ്ങൾ. DYFI, AIYF ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടായ മുന്നേറ്റമാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ. ഇതെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളാണ്. കേരള സർക്കാരാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തിയതെന്ന സർക്കാരിൻ്റെ അവകാശവാദം പൊള്ളയാണ്. അഡ്വൈസ് മെമ്മോ പെരുപ്പിച്ചു കാട്ടിയുള്ള കണക്കാണ് പറയുന്നത്. ഇതുവരെ എത്ര നിയമനങ്ങൾ നടത്തിയെന്ന കണക്ക് സർക്കാർ പുറത്തുവിടണമെന്നും ജനീഷ് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയമായും നിയമപരമായും ഈ രാഷ്ട്രീയ തട്ടിപ്പിനെ യൂത്ത് കോൺഗ്രസ് നേരിടുമെന്നും ഒ.ജെ. ജനീഷ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എത്ര സ്വർണം നഷ്ടപ്പെട്ടെന്ന കണക്ക് സർക്കാർ പുറത്തുവിടണം. പലപ്പോഴും SITയുടെ അന്വേഷണങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ചുവ വരുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ജനീഷ് പറഞ്ഞു. TCV തൃശൂർ.